നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ. ഒരു പ്രഭാതം കൂടെ കാണുവാൻ ആയുസ്സും ആരോഗ്യവും നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് അല്പസമയത്തെ വിചിന്തനത്തിനു വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 2 മുതലുള്ളതായ വാക്യങ്ങളാണ്. യെരുശലേമിൽ ആട്ടുവാതുക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. യെരുശലേം ദേവാലയത്തിൽ നടന്നതായ ഒരു കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബെഥെസ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ ഭവനമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അവിടെ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ ദൂതനിറങ്ങി വെള്ളം കലക്കും. അത് മനുഷ്യരാകാം, അല്ല മറ്റൊരു നിലയിലുള്ള കാര്യമായിരിക്കാം. എന്താകട്ടെ, അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കൂടുതൽ നമുക്ക് ലഭ്യമല്ല. എന്നാൽ അവിടെ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം ആൾക്കാർ വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടക്കുകയാണ്. ആദ്യം വെള്ളം കലങ്ങിയതിന് ശേഷം, ദൂതനിറങ്ങി വെള്ളം കലങ്ങിയതിന് ശേഷം ആരാണോ ആദ്യം ഇറങ്ങുന്നത് അവർക്ക് സൗഖ്യമുണ്ടാകും. എന്നാൽ 38 വർഷമായി ഈ ബെഥെസ്ദ കുളക്കരയിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. ആ വ്യക്തി ദീർഘവർഷമായി അവിടെ കിടക്കുന്നു എന്ന് യേശു അറിഞ്ഞു, യേശു കണ്ടു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. നോക്കുക, എത്ര വർഷമായി അവൻ കിടക്കുന്നു എന്നും അവൻ്റെ സാഹചര്യം എന്താണ് എന്നും യേശു നന്നായിട്ട് അറിഞ്ഞു. കർത്താവിനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ്റെ മറുപടിയും, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കാൻ, ഒന്നാമതിറക്കാൻ, എന്നെ റെക്കമെൻഡ് ചെയ്യുവാൻ എനിക്കാരുമില്ല. ആരുമില്ല എന്നുള്ള ചിന്ത അവനെ അലട്ടുകയാണ്. 38 വർഷമായി ഇവിടെ കിടക്കാൻ കാരണം എന്നെ സഹായിക്കാൻ ആരുമില്ല. ചില സമയങ്ങളിൽ നമ്മുടെയും മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരും. ഇവൻ പ്രതീക്ഷിക്കുന്നത് ആ കുളത്തിൽ ഇറങ്ങി ആ സൗഖ്യം പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ യേശു അവിടെ വന്നത് ആ കുളത്തിൽ ഇറങ്ങാതെ അവനെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴിയിലൂടെ ആയിരിക്കില്ല, പ്രതീക്ഷിക്കാത്ത പുതിയൊരു വഴി നമ്മുടെ ജീവിതത്തിൽ ദൈവം തുറക്കും. ദീർഘനാളുകളായി ചിലതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നവരാണ്. ആ കാത്തിരിപ്പ് നീളുന്നതല്ലാതെ എങ്ങുമെങ്ങും എത്താൻ കഴിയാതെ വണ്ണം നടുക്കടലിൽ കുഴഞ്ഞതുപോലെ മനസ്സ് ഭാരപ്പെട്ട് ഈ ആയുസ്സിൽ ഇനിയും ഈ ഒരു വിഷയത്തിൽ ഉദ്ധാരണമോ നീക്കുപോക്കുകയോ ഇല്ല, എൻ്റെ ജീവിതം ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ച് തീരുകയുള്ളൂ എന്ന് ചിന്തിച്ച് ഇരിക്കുന്നതായ വേളയിലാണ് യേശു അവനെ കണ്ടു മനസ്സലിഞ്ഞു. ആ കിടക്ക എടുത്ത് നടക്കാൻ അവനോട് കൽപ്പിക്കുകയാണ്. നോക്കുക, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടത്തു നിന്നല്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് അത്ഭുത വഴി തുറക്കാൻ ദൈവത്തിന് കഴിയും. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ, എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ, എന്നെ ഒന്ന് കൂട്ടത്തിൽ നിർത്താൻ, എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല. ഈ ആധുനിക ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന വലിയ വ്യഥകളാണ്. അതിലൊന്നാണ് ഏകാന്തത എന്ന് പറയുന്നത്. എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ല എന്നുള്ളതായ ചിന്ത. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആരുമില്ലാത്തവർക്ക് തുണയായി വരുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. വിശുദ്ധ തിരുവെഴുത്ത് അതാണ് എല്ലായ്പ്പോഴും നമ്മെ പഠിപ്പിക്കുന്നത്. ആരുമില്ലാത്തവർക്ക് തുണയായി വരുന്നവൻ. സരപ്തയിലെ വിധവ ഒരു പിടി മാവും അല്പം എണ്ണയും മാത്രമേ അവളുടെ കൂടാരത്തിനുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് പ്രവാചകനായ ഏലിയാവിനെ ദൈവം അവിടേക്ക് അയക്കുന്നത്. കാരണം അവളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ, നൊമ്പരങ്ങൾ കർത്താവിനറിയാമായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാറ്റ് കാണില്ല, മഴ കാണില്ല, വിശ്വാസത്തിനു വേണ്ടി ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. ആ ദൈവത്തോട് ചാരി നിൽക്കാം,
പിറുപിറുക്കാതെ, പരാതി പറയാതെ, ചുറ്റുമുള്ള സാഹചര്യങ്ങളെ കുറ്റം പറയാതെ ദൈവത്തിൽ ആശ്രയിക്കുകയും ചാരുകയും ചെയ്യാം. ദൈവം നമുക്ക് വേണ്ടി പുതുവഴി തുറക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.